ഓർക്കിഡ് ഗ്രോവിംഗ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡിൽ എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്, എന്തൊക്കെ കെയറിങ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻ തന്നെ ആദ്യം നമുക്ക് കാണേണ്ടത്. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 2 വീക്സ് ആവുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ കണ്ടീഷൻ പറയുവാണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ആ ഒരു വേരിയേഷൻ അനുസരിച്ച് ചെറിയൊരു ഡ്രൈനെസ് ഒക്കെ പ്ലാന്റിന് ഉണ്ടായിട്ടുണ്ട്. അത് നാച്ചുറലി എല്ലാവരും ചോദിക്കുന്നതാണ് ഈ ഒരു ഹോട്ട് ക്ലൈമറ്റിൽ. അപ്പം അത് നമ്മുടെ പ്ലാന്റിനും ഉണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ചൂടല്ലേ, നമുക്ക് പ്ലാന്റുകൾക്ക് താങ്ങാൻ പറ്റാത്തത്ര ചൂടാണ്. അപ്പോൾ ഉണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ലീഫുകളിൽ കണ്ടോ ഒരു യെല്ലോയിഷ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഭയങ്കര ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ ചെറിയൊരു ഡ്രൈനെസ് ഒക്കെ അതിൻ്റെ തണ്ടുകളിൽ കാണുന്നുണ്ട്. ഇനി ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിലിപ്പം നിന്ന് റിലീഫ് ആവത്തുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു ടൈമിൽ പോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പ്രോബ്ലം ആണിത്. പക്ഷേ ഇതുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. കാരണം ഈ ചെടി എടുത്ത് നോക്കി, ഈ ചെടി എടുക്കുവാണെങ്കിൽ ഇതിന് പുതിയ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. പുതിയ ഒരു സ്പൈക്ക് വരുന്നുണ്ട്, സ്പൈക്കല്ല ചെറിയൊരു മുള വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാറ്റ്ലിയ എടുക്കുവാണെങ്കിൽ അതിന് പുതിയൊരു തൈ വന്നു കണ്ടോ. അപ്പം ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ പുതിയൊരു ഷൂട്ടുകൾ പ്ലാന്റിന് വരുവാണ്. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അത്രയും നന്നായിട്ട് പ്ലാന്റിനെ എഫക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. പക്ഷെ ചൂടായതുകൊണ്ട് പ്ലാന്റുകൾക്കൊരു ഡ്രൈനെസ് എപ്പോഴും ഉണ്ടാവും. നമ്മൾ അത്രയും ടയേർഡ് ആവുന്നതുപോലെ തന്നെ പ്ലാന്റുകളും ടയേർഡ് ആവും. വൺസീരിയ എടുക്കുവാണെങ്കിൽ വൺസീരിയത്തിൽ ഷൂട്ടുകളൊന്നും വന്നിട്ടില്ല, പക്ഷേ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് പ്ലാന്റ് ഇരിക്കുന്നത്. അതിൻ്റെ ചൂട് കുറച്ചും കൂടി ഒന്ന് ഫിക്സ് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻസ് ഇതൊക്കെയാണ് വരുന്നത്. നമ്മുടെ ടൊളുമി എടുക്കുവാണെങ്കിലും പുതിയ റൂട്ടുകൾ ഫോം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റൂട്ടിംഗ് ഫെർട്ടിലൈസേഴ്സ് എത്രത്തോളം പ്ലാന്റുകൾക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതിൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. അതുപോലെ ടൊളുമിക്കും പുതിയ ഒരു ഷൂട്ട് കൂടി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു 2 ലീഫായിട്ട് പുതിയ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റുകളുടെ മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഇലയൊന്നും അധികം അങ്ങനെ കൊഴിഞ്ഞിട്ടില്ല, ഡ്രൈ ആയെങ്കിലും ഇലയൊക്കെ നന്നായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഈ ഒരു ഡെൻഡ്രോബിയം എടുക്കുകയാണെങ്കിൽ ഈ ഒരു കോമ്പാക്റ്റർ സീഡ്ലിങ്സിനും പുതിയ ഒരു തൈ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പുതിയ തൈകളും ഇലകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ചെടികൾ കാണുന്ന സമയത്ത്. അപ്പം ഇത്രയൊരു വ്യത്യാസം 15 ഡേയ്സ് കൊണ്ട് നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന വെള്ളം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇന്ന് ഏതൊക്കെ വളം കൊടുക്കുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെടികൾക്ക്. നിങ്ങൾ വീട്ടിൽ ഹോസാണ് ഉള്ളെങ്കിൽ ഹോസ് വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചിലരൊക്കെ സ്പ്രേയറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ സ്പ്രേയറിലൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഹോസിലോ അല്ലെങ്കിൽ പൂവാലിയിലോ ഒഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അത്രയും നന്നായിട്ട് പ്ലാന്റ് തന്നെ. സ്പ്രേയറിലാകുമ്പോൾ അതിനൊരു കുറച്ച് ലിമിറ്റ് ഉണ്ടാവും. ആ ഒരു വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ സ്പ്രേയറിൽ കൊടുക്കുക. അല്ലാത്തപ്പോൾ നമുക്ക് ഇതുപോലെ ഒഴിച്ച് തന്നെ കൊടുത്താലേ പ്ലാന്റ് ഒരു ഫ്രഷ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ വളരെ നല്ല രീതിയിൽ അത് രാവിലെ തന്നെ, അതായത് 8 മണി ആ ഒരു സമയത്ത് തന്നെ വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് ഹോട്ടായിട്ടുള്ള ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ പിന്നീട് വെള്ളം ഒഴിച്ചാൽ ലീഫുകൾ പൊള്ളലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ വളങ്ങൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് നല്ല ഒരു ഈക്വൽ ബാലൻസിങ് ആയിട്ട് പ്ലാന്റുകൾക്ക് ലഭിക്കുന്ന NPK ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്, 1919. ഈ 1919 ഇത് നമ്മൾ ഈ ബാസ്ബോളിൽ കൊടുത്തതിന് ശേഷം കൊടുക്കാൻ കാരണം ഇതൊരു മെയിനായിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഈ ഒരു വളം കൊടുക്കുന്നത്. അപ്പം ഈ NPKയിൽ നൈട്രജൻ 90%, അതുപോലെ ഫോസ്ഫറസും പൊട്ടാസ്യം 90, അതാണ് 1919. ഇതിൻ്റെ കൂടെ തന്നെ സിങ്ക്, മാംഗനീസ്, മഗ്നീഷ്യം ഇങ്ങനെയുള്ള കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ വളരെ എൻഹാൻസ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബാസ്ഫോളിയാറിൻ്റെ 1919 ആണ്. ഇതിൽ 1919 SP എന്നാണ് വരുന്നത്. SP എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വാട്ടറിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് സോല്യൂബിൾ ആവും, അതായത് പെട്ടെന്ന് അലിഞ്ഞ് മാറുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ 1919 ഇട്ട കുറേ സമയം നമുക്ക് കലക്കിയൊക്കെ എടുക്കേണ്ടി വരും, കുറേ അടിമട്ടൊക്കെ കാണും. പക്ഷേ ഈ ഒരു ഫെർട്ടിലൈസർ വെള്ളത്തിൽ ഇട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞ് മാറും. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിൽ അതുപോലെ തന്നെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഈ ഒരു ഫെർട്ടിലൈസറിനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾക്ക് അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് ഗ്രോത്ത് കൂടാനൊക്കെ ആയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന 1919 നമ്മളിന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഓർക്കിഡ്സിന് ഒരു 3 ഗ്രാം മാക്സിമം മതി. വളരെ ചെറിയ ചെടികളാണെങ്കിൽ ഒരു 2 ഗ്രാമൊക്കെ മതിയാവും.
അപ്പോൾ ഏകദേശം 1 ലിറ്ററിലേക്ക് ഒരു 3 ഗ്രാം ഈ ഒരു ഫെർട്ടിലൈസർ ഇട്ടിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രീൻ കളറിലെ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഒരു 3 ഗ്രാം നമ്മുടെ 1 ലിറ്റർ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 ഗ്രാം ഞാനിപ്പോൾ ഇട്ടത്. നമുക്ക് സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട് അതിനൊരു അളവുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഏതെങ്കിലും ഗ്രാമിൻ്റെ മെഷീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ തൂക്കിയിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ഒരു ചെറിയ ഐസ്ക്രീം സ്പൂണിനൊക്കെ ഒരു പകുതിയോളമൊക്കെ എടുത്താൽ മതിയാവും. അപ്പം ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഫെർട്ടിലൈസർ പെട്ടെന്ന് തന്നെ നന്നായിട്ട് അലിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കലക്കുമ്പോൾ തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഇതങ്ങ് ഡൈല്യൂട്ടായിട്ട് വരും വെള്ളത്തിൽ. ഇനി നമുക്ക് ഈ ഒരു വളം ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. കാരണം എപ്പോഴും ഇതിന് നല്ലൊരു ചൂടായിരിക്കും ഈ ഫെർട്ടിലൈസറുകൾക്ക്. അപ്പം ഡ്രൈ ആയിട്ടിരിക്കുന്ന പ്ലാന്റുകൾ ഓൾറെഡി ഹോട്ടായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ ഈ ചൂടും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇല മഞ്ഞിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം വളങ്ങൾ കൊടുക്കാനായിട്ട് പറയുന്നത്. ഇനി നമുക്കൊന്ന് പ്രഷർ കൊടുത്തിട്ട് പ്ലാന്റ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 919 ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നന്നായിട്ട് ഗ്രോത്ത് കയറുമ്പോൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും. റൂട്ടിനും പുതിയ ലീഫ് ഉണ്ടാവാനും ഒക്കെ ഭയങ്കര ബെറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ലീഫുകളിൽ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ടോപ്പിലേക്ക് സ്പ്രേ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ചുവട്ടിലോട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ അഡ്ജസ്റ്റ് ചെയ്ത് ചുവട്ടിലോട്ടൂടെ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പോട്ടിങ്ങിലും അതുപോലെ റൂട്ടിലും ഒക്കെ നമുക്ക് ഈ ഫെർട്ടിലൈസർ കിട്ടും. എപ്പോഴും ലീഫിലും അടിക്കുക, റൂട്ടിലും തണ്ടിലും അടിക്കുക. ഒരിക്കലും വളങ്ങളൊന്നും പൂക്കളിൽ അടിക്കാൻ പാടില്ല, പൂവിലോ മൊട്ടിലോ ഒന്നും അടിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് സ്പ്രേ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു 919 ആണ് ഈ ഒരു ബ്രാൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാസ്കോ ഗ്ലൗസോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര റിസൾട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഇതൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാ പോട്ടിങ്ങിലും ലീഫിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ചോദിക്കാണ് ലീഫിൻ്റെ അടിയിലോട്ടുകൂടെ നമുക്ക് സ്പ്രേ ചെയ്യണം എന്നുള്ളത്. ലീഫിൻ്റെ അടിയിൽ സ്പ്രേ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ആ ഒരു പ്രകാശ സംശ്ലേഷണമൊക്കെ നടക്കുന്നത് ലീഫിൻ്റെ അടിയിലായിരിക്കും. അപ്പം അടിയിലൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചരിച്ചൊക്കെ അടിച്ചു കൊടുത്താലും വളരെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീക്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കെയറിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു 5 days കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസറോടെ കൊടുക്കും. അതുപോലെ ഇതിന് അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് വേറെ ഫംഗിസൈഡുകൾ കൊടുക്കും. അപ്പോൾ അതൊക്കെ തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാം. ഈ ഒരു പ്ലാന്റിനെ വലിയ ചട്ടികളിലേക്ക് മാറ്റുന്ന രീതിയിൽ അത്രയും ഗ്രോത്ത് നമ്മൾ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ എപ്പിസോഡ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ എന്തൊക്കെ വളങ്ങൾ ഉപയോഗിക്കുന്നുള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്തു പോകാന്നുണ്ടെങ്കിൽ ഓർക്കിഡ്സ് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് പൂക്കളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അതുപോലെ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.